തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. ആ ദൈവം അത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് സ്തുതി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങൾ. ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ആ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെ പോക്കി നമ്മളെ വിശ്വസ്തനാക്കി നീതിമാന്മാരാക്കി നിർത്തിയിരിക്കുക. പിതാവിൻ്റെ സന്നിധി ഞാനും നിങ്ങളും ഇന്ന് നീതിമാനാണ്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നീതിമാനായി എൻ്റെ കർത്താവ് നിർത്തി ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 2-ാം സങ്കീർത്തനം 2 വരുമ്പോൾ, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ. റോമർ 3:10 മുതൽ 12 വരെയുള്ള വാക്യം നമുക്കത് വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല. നീതിമാൻ ആരും ഒരുത്തം പോലുമില്ല നീതിമാൻ. പക്ഷേ ഒരു നീതിമാനുണ്ടാണ്, അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അവൻ്റെ നീതി എൻ്റെയും നിങ്ങളുടെ മേൽ വീണത് കൊണ്ട് എൻ്റെ നിങ്ങളുടെ പാവങ്ങളെ പിതാവാം ദൈവം മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നീതിയിൽ എനിക്ക് നിങ്ങൾക്ക് നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്, നമ്മൾ കുറവുണ്ട്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് പാവങ്ങളെ ഏറ്റുപറയുമ്പോൾ വീണ്ടും എന്നെ നിങ്ങളെ നീതിമാനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 20 മുതൽ 25 വരെ ഒന്ന് നിങ്ങൾ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഹല്ലേലൂയ. അപ്പം ന്യായപ്രമാണത്തിലല്ല നമ്മളായിരിക്കുന്നത്, നമ്മൾ കൃപയാൽ വിളിച്ച മക്കളാണ്. ദൈവം നമ്മളെ കൃപയാൽ വിളിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലല്ല, നമ്മൾ വിശ്വാസത്തോടെ ഇറങ്ങിയ മക്കളാണ്. ഞാനും നിങ്ങളും ആയിരിക്കുന്നത് വിശ്വാസത്തോടെയാണ്. നമ്മളെ ഓരോ വ്യക്തികൾ നമ്മളെ വന്ന് കണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം അത് കേട്ടു, നമ്മളത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയല്ല, വിശ്വാസത്തിൻ്റെ മക്കളായത്. വിശ്വാസത്തിൻ്റെ വചനം നമ്മുടെ നാവിൽ നിന്ന് വരുമ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ. സങ്കീർത്തനം 3 വായിച്ചേ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ശത്രു എൻ്റെ നമ്മുടെ പ്രാണനെ തകർക്കുക. ശത്രു നമ്മളെ പ്രാണനെ തകർക്കുവാൻ അവൻ നമ്മളെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുക. നമ്മളെ നശിപ്പിച്ചു കളയാൻ ശത്രു ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ ശത്രുവിനെ തകർത്ത ഒരു ദൈവമുണ്ട്. ആ കാൽവരി ക്രൂശിൽ ശത്രുവിൻ്റെ തലയെ തകർത്ത ഒരു യേശുവിനെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ആ യേശു നമ്മൾക്കുള്ളത് കൊണ്ട് ശത്രു നമ്മളെ തൊടാൻ പറ്റത്തില്ല. അവൻ നമ്മുടെ പ്രാണനെ തകർക്കാൻ ശ്രമിക്കും, പക്ഷെ അവന് പറ്റാത്തത് എൻ്റെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുകൂലമായിരിക്കുന്നതുകൊണ്ട് ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റില്ല. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ ആയിപ്പോയി. യോഹന്നാൻ മരിച്ചവനെ പോലെ ആയി. അതൊന്നും നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 1:17. 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഈ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. വെളിപ്പാടൊന്നും പറയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഹല്ലേലൂയ.
എൻ്റെ ചിന്തയെ വന്നത്, യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു, മരിച്ച വ്യക്തിയെ പോലെ ആയിത്തീർന്നു. യോഹന്നാൻ യേശുവിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നതാണ്. പക്ഷെ ഇപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. നമുക്കത് നോക്കാം. യേശു യോഹന്നാനോട് കൂടെ ലൂക്കോസ് വിശേഷം 5:10-11 നോക്കുമ്പോൾ നമുക്കറിയാം, യേശുവിനോട് കൂടെ യേശു ആ സമയത്താണ് യോഹന്നാനെ കൂട്ടാളികളെയൊക്കെ വിളിക്കുന്നത്. അതൊന്ന് വായിച്ചു. ശിമോന്റെ കൂട്ടാളിയായി യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആകും എന്ന് പറഞ്ഞു. മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ എന്ത് പറ്റി? മനുഷ്യരെ പിടിക്കുക, അത് സന്തോഷം തുടങ്ങി. ഉള്ളിലൊരു സന്തോഷം വന്നു, മനുഷ്യരെ പിടിക്കുന്നു. പക്ഷെ ആ സമയത്ത് മരിച്ചവനെ പോലോ ഭയമൊന്നും തോന്നിയില്ല. യോഹന്നാൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ കൂടെ പോകാൻ തുടങ്ങി. യേശുവിൻ്റെ കൂടെ യോഹന്നാൻ പോയി. നമുക്ക് മത്തായി സുവിശേഷം 14:25-30 വരെയുള്ള വാക്യം പെട്ടെന്ന് വായിച്ച്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. കാറ്റിനെ കണ്ട് പേടിച്ചതുള്ളൂ. പക്ഷേ വള്ളത്തിലുള്ള ആർക്കും യേശുവിനെ കണ്ടപ്പോൾ ആദ്യം ഭൂതമെന്ന് കണ്ട് പറഞ്ഞത് പേടിച്ചെങ്കിൽ പോലും ഞാനാണെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് നീയാണ്, ഞാൻ നിന്റെ അടുക്ക വരട്ടെന്ന് പറഞ്ഞ് പത്രോസ് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും അവർക്ക് ആർക്കും അങ്ങനെ ഭയം വന്നില്ല. പക്ഷെ ഒരു ഭയം ഒന്നും, പേടിച്ച് മരിച്ചവനെ പോലെ ആയില്ല. അവർക്ക് കർത്താവിനെ കണ്ടപ്പോൾ അവർക്ക് ആർക്കും ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ തട്ടിയില്ല. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മത്തായി സുവിശേഷം 17:1-8 വരെയുള്ള വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവരുടെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളിയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം.